പപ്പായുടെ ദൈവം, പപ്പായുടെ ദൈവം എൻ്റെ ദൈവം. നിന്റെ തലമുറ പറയണം, എൻ്റെ വല്യപ്പച്ചൻ്റെ ദൈവം, എൻ്റെ അപ്പച്ചൻ്റെ ദൈവം, എൻ്റെ ദൈവം. എത്ര പേർക്ക് അമ്മ പറയാനില്ല? തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് തിമോത്തി, സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1:5 എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ യൂനിറ്റിയിലുണ്ടായിരുന്നു, നിന്റെ അമ്മ ലോവിസിലുണ്ടായിരുന്നു, നിന്നിലും ഈ കൃപയുണ്ട്. എന്ന് പറഞ്ഞ അർത്ഥം വല്യമ്മച്ചി കൃപയുണ്ടായിരുന്നു, അമ്മച്ചി കൃപയുണ്ടായിരുന്നു, നിന്റെ മേലും ഈ കൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹോളിൽ വന്ന ദൈവമക്കളെ, മാതാപിതാക്കളെ, നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയാനുള്ളത്, നിന്നെ കാണുന്ന തലം, നിന്റെ തലമുറയെ കാണുന്നവർ എന്തു പറയാനാണ് നീ ആഗ്രഹിക്കുന്നത്? നിന്റെ തലമുറയെ കാണുന്നവർ പറയണം, മോനെ പപ്പായെ എനിക്കറിയാം, നിന്റെ പപ്പ ദൈവകൃപയുള്ളവനാണ്. നിന്റെ മമ്മി എനിക്കറിയാം, അവൾ ദൈവാത്മ വ്യാപാരമുള്ളവളായിരുന്നു. നിന്റെ മമ്മി കരയുന്നവളായിരുന്നു, നിന്റെ പപ്പ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആ കൃപ നിന്നിലും വ്യാപരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്വതന്ത്രം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ സ്വതന്ത്രം പറഞ്ഞു എത്രയൊക്കെ കാലം ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. പെന്തക്കോസ്തിന് 3-4 തലമുറയൊക്കെ ആയിട്ട് മുമ്പിലിരിക്കുന്നത്. പെന്തക്കോസ്തിന്റെ തലമുറയെ കുറിച്ച് ഒരു കൊച്ചനോട് ചോദിച്ചു, പെന്തക്കോസ്തിനെ കുറിച്ച് നീ അഭിപ്രായം എന്താ? അവൻ പറഞ്ഞു, എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ടൈമിൽ ഇത് റിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാൽ ഫാദറിന്റെ സമയത്ത് ഇത് ട്രഡീഷനായി. എന്നെ സംബന്ധിച്ച് ഇത് റിയൽ ഹെഡേക്കാണ്. വല്യപ്പച്ചൻ്റെ അനുഭവമായിരുന്നു. പപ്പായുടെ കാലം വന്നപ്പോൾ ട്രഡീഷനായി. എനിക്കിത് ഹെഡേക്കാണ്. എന്താ കാര്യം എന്നറിയാമോ? നിനക്കിത് ട്രഡീഷൻ ആയതുകൊണ്ട് നിന്റെ തലമുറയ്ക്ക് ഇത് ഹെഡേക്കായത്. എന്റെ മേലുള്ളതിന്റെ ആത്മാവും എന്റെ വായിൽ നീ തന്ന വചനവും എന്റെ വായിൽ നിന്നും, എന്റെ സന്തതിയുടെ വായിൽ നിന്നും, എന്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറരുത് എന്ന് നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരിക്കണം. നിന്റെ വായിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം. പെന്തക്കോസ്തിന്റെ 3-ാം തലമുറ, പെന്തക്കോസ്തിന്റെ തലമുറയെ കുറിച്ച് അഭിഷക്തൻ പറഞ്ഞത്, ഫസ്റ്റ് ജനറേഷൻ ഈസ് പവർ ജനറേഷൻ. 1-ാം തലമുറ ശക്തിയുള്ള തലമുറയായിരുന്നു. അവർ മുട്ടുകുത്തുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമായിരുന്നു. സെക്കൻഡ് ജനറേഷൻ ഈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 2-ാം തലമുറയൊക്കെ ആയപ്പം സ്ഥാപനങ്ങളുടെ കാലഘട്ടമായി. ഹോള് വെക്കണം, സെമിത്തേരി പണിയണം, കല്ലറയ്ക്ക് പെയിന്റ് അടിക്കണം, ഇതൊക്കെ ആയി ചിന്ത. എന്നിട്ട് ദേവദാസൻ പറയാ, തേർഡ് ജനറേഷൻ ഈസ് മ്യൂസിയം. ഉയർത്തിയെ കെട്ടിയ ഹോളിനകത്ത് സ്റ്റാച്യൂസ് ഇരിക്കുന്ന പോലെ, കാഴ്ചബംഗ്ലാവിരിക്കുന്ന ഇരിക്കുക. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ, സഭായോഗത്തിൽ ഇരിപ്പ് കണ്ടാൽ പറന്നു പോകാതിരിക്കാൻ ഈ പുടി അവിടെ വെച്ചേക്കുന്നു. കസേരയായാലും പറക്കുമെന്ന് പേടിക്കണ്ട. നീ എന്തിനാഗ്രഹിക്കുന്നത്? ഈ രാത്രി എന്തിനാഗ്രഹിക്കുന്നത്? എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറരുതെന്ന് ആഗ്രഹിക്കുന്നവൻ കര ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറ. അനേക അഭിഷക്തന്മാരുടെ സന്താനങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. ജോഷന്താന്റെയും പാർശ്വശാലിതാന്റെയും അനേക അഭിഷക്തന്മാരുടെ മക്കളുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയണം. നമ്മുടെ തലമുറ കർത്താവിന് വിട്ടു നിൽക്കണം. പരിശുദ്ധാത്മാവ് അതാതെ പറയുന്നു, നമ്മിൽ വ്യാപരിച്ച ദൈവശക്തി അവിടെ വ്യാപരിക്കണം. ഞാൻ കണ്ണുനീരോടുകൂടെ മാത്രമേ ഒരു വേദഭാഗം വായിക്കാറുള്ളൂ. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 28:9. 1 ദിനവൃത്താന്ത പുസ്തകം 28:9. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? ശലോമോനോട് ദാവീദ് പറയുക, നീയോ ശലോമോനേ, നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയുക. നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയാം. നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയാം.
എൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയണം എന്ന് അപ്പൻ മോനോട് പറയണമെങ്കിൽ അപ്പൻ ദൈവത്തെ അറിഞ്ഞവനായിരുന്നു. നിങ്ങളെത്ര പേർക്ക് വാദമുള്ള സ്തോത്രം പറയാൻ കഴിയും? എൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. മോറിയയിലേക്ക് നടന്നു നീങ്ങുന്ന അബ്രഹാമും ഇസഹാക്കും അവർ രണ്ടുപേരും ഒന്നിച്ച് നടക്കുമ്പോൾ ഇസഹാക്ക് അപ്പനോട് ചോദിക്കുന്നു, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗവസ്തു എവിടെ എന്ന് പറഞ്ഞാൽ ഇസഹാക്കിനറിയാം ആരാധനയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറയെ അന്യഭാഷ പറയാൻ പഠിപ്പിക്കുന്നത് ആരാധന കൂടിൽ വന്നിട്ടല്ല. ഇഷ്ടപ്പെട്ടാരും ഇല്ലെങ്കിലും നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ അന്യഭാഷയുണ്ടോ, ആരാധനയുണ്ടോ, ഹല്ലേലൂയ ഉണ്ടോ, ആരാധനയ്ക്ക് വരുമ്പോഴും അന്യഭാഷ പറയും. യാഗപീഠമടുക്കി വിറകടുക്കി ചെറുപ്പക്കാരൻ പയ്യനെ പിടിച്ച് കെട്ടി അതിനകത്ത് കിടത്തി, കയ്യും കാലും കെട്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ. ഇന്ന് രാത്രി നീ ഇവിടെ സ്തോത്രം പറയുമ്പോൾ നിന്റെ തലമുടമിൽ ദൈവശക്തി വ്യാപരിക്കും. വിശ്വാസത്തോടെ സ്തോത്രം പറയും. കയ്യും കാലും കെട്ടി അതിൽ കിടത്തി. എന്നിട്ട് ഇസഹാക്ക് വല്ലതും പറഞ്ഞോ? ഒന്ന് പറഞ്ഞിട്ട് വല്ലതും പറഞ്ഞോ? അപ്പാ നീ എന്നെ കളിപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചോ? ഇതിനാണോ നീ എന്നെ ഇണങ്ങി പറഞ്ഞ് വിളിച്ചോണ്ട് വന്നെന്ന് ചോദിച്ചോ? നിന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് നിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചോ? പറഞ്ഞാട്ട് ചോദിച്ചില്ല. കാരണം ഇസഹാക്കിനറിയാം അവന്റെ അപ്പന്റെ ദൈവമാരാണെന്ന്. അവന്റെ അപ്പൻ സേവിക്കുന്ന ദൈവമാരാണെന്ന് ഇസഹാക്കിനറിയാം. എന്നെ ഇവിടെ വെട്ടി നുറുക്കി കൊത്തി നുറുക്കി ഒരു പിടി ചാരമാക്കി മാറ്റിയാലും ആ ചാരത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ അപ്പൻ സേവിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണ്. നിന്റെ തലമുറ നിന്റെ ആ ദൈവത്തെ അറിയണം. നിന്റെ തലമുറ നിന്റെ ദൈവത്തെ അറിയണം. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അവരറിയണം. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, എന്റെ മേലുള്ള ദൈവാത്മാവും എന്റെ വായിൽ നീങ്ങുന്നതിനും എന്റെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറരുത് എന്ന് നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിന്റെ മേൽ ദൈവാത്മാവ് ഉണ്ടായിരിക്കണം. വിളിച്ചു ചോദിച്ച പോലെ പെന്തക്കോസ്തുകാരാ, നിങ്ങളിൽ എത്ര പേരിൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്? ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയുവാണ്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് ഒരു ആചാരമല്ല, പെന്തക്കോസ്ത് ഒരു അനുഷ്ഠാനമല്ല, പെന്തക്കോസ്ത് ഒരു സമുദായമല്ല, പെന്തക്കോസ്ത് ഒരു സംഘടനയല്ല, പെന്തക്കോസ്ത് ദൈവശക്തിയാണ്. ഹൂസ്റ്റൺ പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ കൺവെൻഷനിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ ഒരു കൺവെൻഷൻ കൂടി കടന്നു പോകാനല്ല, ദൈവത്തിന്റെ തീ ഇവിടെ കത്തട്ടെ, ദൈവത്തിന്റെ തേജസ് ഇവിടെ ഇറങ്ങി വരട്ടെ, ദൈവിക അഭിഷേകം നമ്മുടെ സഭകളിൽ വ്യാപരിക്കട്ടെ. എത്രയൊക്കെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയുവാൻ കഴിയും? ശക്തിയാണ്, ശക്തിയാണ്. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാടുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ചെറിയ തീ വലിയ കാട് കത്തിക്കും. ദൈവത്തിന്റെ തീ ഇന്ന് രാത്രി ഇവിടെ കത്തട്ടെ. നീ പ്രാപിച്ച അഭിഷേകത്തിന്റെ വലിപ്പം നിനക്കറിയാമോ? വലിപ്പം നിനക്കറിയാമോ? എന്താ ഈ അഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിത് വരെ അറിഞ്ഞൂടാ. എന്താ അഭിഷേകം? 3 കാലഘട്ടങ്ങളിലായി ദൈവം മനുഷ്യരുടെ പെടുന്നത് നിങ്ങൾക്കറിയാം. പഴയ നിയമം പിതാവാം ദൈവത്തിന്റെ യുഗം, പുതിയ നിയമം പുത്രൻ തമ്പുരാന്റെ യുഗം, ഈ യുഗം പരിശുദ്ധാത്മാവിന്റെ യുഗം.